കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്കതിൻ്റെ ഫീച്ചേഴ്സാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ലോങ് ഫോം ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ നമ്മളെ ഒരു എലിമെൻറ്റുകളുടെ എല്ലാ പ്രത്യേകതകളെയും കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കും. എന്തൊക്കെയാണ് ഓരോ എലിമെൻറ്റിൻ്റെയും പ്രത്യേകതകൾ, അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ചില എലിമെൻറ്റുകളൊക്കെ ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്, എന്തുകൊണ്ടാണ് പീരിയോഡിസിറ്റി നിലനിർത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നമ്മൾ ആദ്യം കണ്ടിരുന്നു കോസ് ഓഫ് പീരിയോഡിസിറ്റി. കണ്ടപ്പോൾ തന്നെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. മെന്റലി പീരിയോഡിക് ടേബിൾ പോലെ തന്നെ ഗ്രൂപ്പ്സും പീരിയഡ്സും ആയിട്ടാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഗ്രൂപ്പ്സ് മൊത്തം 18 വെർട്ടിക്കൽ കോളംസ് ഉണ്ട്. അതിനാണ് നമ്മൾ ഗ്രൂപ്പ്സ് എന്ന് വിളിക്കുന്നത്. ഓരോന്നിനും ഓരോ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുക. 1 മുതൽ 18 വരെ അറബിക് ന്യൂമറലിലാണ് ഇത് നമ്പർ ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റുകൾക്കും ഒരേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഒരു ഉദാഹരണമാണ് നിങ്ങൾ ടേബിളിൽ കാണിച്ചത്. ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 17. ഗ്രൂപ്പ് 1 അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 1 അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 1. അതേസമയം ഗ്രൂപ്പ് 17, ഗ്രൂപ്പ് 1 നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രൂപ്പ് 17 ഹാലജൻ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. ഈ ഹാലജൻ ഗ്രൂപ്പിൽ അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 1 തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഔട്ടർ ഷെൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 7. അതേസമയം ഗ്രൂപ്പ് 1 ആണെങ്കിൽ ഔട്ടർ ഷെൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1. ഓക്കെ, രണ്ടിൻ്റെയും വാലൻസി എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പം ഇതാണ് എലമെൻറ്റുകൾ ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കാനുള്ള കാര്യം. ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റുകളും ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത് അതിൻ്റെയൊക്കെ ഔട്ടർ ഷെൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് തുല്യമായതുകൊണ്ടാണ്. ഇനി പീരിയഡ്സ് എന്ന് പറഞ്ഞാൽ 7 ഹൊറിസോണ്ടൽ റോസ് ആണ് പീരിയോഡിക് ടേബിളിൽ. അതിനെയാണ് നമ്മൾ ഓരോ ഹൊറിസോണ്ടൽ റോയെ നമ്മൾ ഓരോ പീരീഡ് എന്നാണ് വിളിക്കുന്നത്. മൊത്തം 7 പീരീഡുകളാണുള്ളത്. 1 മുതൽ 7 വരെ നമ്മളതിന് അറബിക് ന്യൂമറൽ കൊണ്ടാണ് നമ്പർ കൊടുക്കുന്നത്. ഓരോ പീരീഡിലും ഒരു പുതിയ ഷെല്ല് സ്റ്റാർട്ട് ചെയ്യും. ഒന്നാമത്തെ പീരീഡിൽ ഒരു ഷെല്ല് കെ ഷെൽ മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ പീരീഡ് ആകുമ്പോഴേക്കും കെയും എല്ലും ഉണ്ടാവും. മൂന്നാമത്തെ പീരീഡ് ആകുമ്പോൾ കെ എൽ എം ഉണ്ടാവും. നാലാമത്തെ പീരീഡ് ആകുമ്പോൾ കെ എൽ എം എൻ ഉണ്ടാവും. ഇങ്ങനെ ഓരോ പീരീഡിലും ഒരു പുതിയ ഷെല്ല് സ്റ്റാർട്ട് ചെയ്യും. ഇനി ഒരു പീരീഡിൽ റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ഉള്ള ഷെല്ല് ഇങ്ങനെ ഫില്ലായി വരിക ചെയ്യാം. ഓക്കെ, ഉദാഹരണത്തിന് നമ്മൾ ഒരു ഷെല്ലാണ് കാണിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു പീരീഡ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോവാണ്. സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം അങ്ങനെ പോവാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഷെല്ലിന് ഫസ്റ്റ് എലമെൻറ്റ്, ഒരു പീരീഡിലെ ഫസ്റ്റ് എലമെൻറ്റ് സോഡിയം, അതിന് 2, 8, 1. അതിൽ അതേ പീരീഡിലെ സെക്കൻഡ് എലമെൻ്റ് ആണ് മഗ്നീഷ്യം, അത് 2, 8, 2. തേർഡ് എലമെൻറ്റിന് അലൂമിനിയം 2, 8, 3. അപ്പോൾ ഔട്ടർ ഷെല്ലിൽ 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ എലമെൻറ്റുകൾ ഇങ്ങനെ കൂടി പോവാം. മനസ്സിലായല്ലോ? അപ്പോൾ നോർമൽ എലിമെൻറ്റുകളുടെ കേസിലാണ് നമ്മൾ പറയുന്നത്. ബാക്കി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. എന്തായാലും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് എലിമെൻറ്റുകളുടെ എണ്ണം അങ്ങനെ കൂടി വരും. ഷെല്ലിൻ്റെ എണ്ണം കൂടില്ല. എന്നാൽ താഴോട്ട് ഒരു പീരീഡ് കഴിഞ്ഞ് അടുത്ത പീരീഡിലേക്ക് വരുന്ന സമയത്ത് ഒന്നാമത്തെ പീരീഡിൽ ഒരു ഷെല്ലേ ഉള്ളൂ, രണ്ടാമത്തെ പീരീഡിൽ 2 ഷെല്ലുണ്ട്. ഒരു പീരീഡിലുള്ള ഷെല്ലിനെ എണ്ണം ചെയ്യില്ല, വ്യത്യസ്തം. രണ്ടാമത്തെ പീരീഡ് ആണെങ്കിൽ അത് 2 ഷെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ ഷെല്ല് അതിൽ വരില്ല. മൂന്നാമത്തെ ഷെല്ല് വരുമ്പോഴേക്കും പീരീഡ് 3 ആയിട്ടുണ്ടാവും. അപ്പോൾ പീരീഡിൽ താഴോട്ട് വരുന്നതിനനുസരിച്ച് ഷെല്ലിൻ്റെ എണ്ണം കൂടും. പീരീഡ് വലത്തോട്ട് പോകുന്നതിനനുസരിച്ച് ഔട്ടർ ഷെൽ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതിനനുസരിച്ച് ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ എലിമെൻറ്റുകളുടെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഔട്ടർ ഷെൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് നമ്മൾ പറയുന്നത്. ദി ഫസ്റ്റ് പീരീഡ് ഈസ് ദ ഷോർട്ടസ്റ്റ് പീരീഡ് ഓഫ് ഓൾ. ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി 2 elements, ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. നമ്മൾ പീരിയോഡിക് ടേബിൾ കണ്ടതാണ്. അതിൽ ഏറ്റവും ചെറിയ ഷോർട്ടസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് ആദ്യത്തെ പീരീഡാണ്. അതിലാകെ ഹൈഡ്രജനും ഹീലിയവും മാത്രമേ ഉള്ളൂ. സെക്കൻഡും തേർഡും എന്ന് പറയുന്നത് ഷോർട്ട് പീരീഡ്സ് ആണ്.
8 ഇലമെൻറ്റുകൾ വീതമുണ്ട്. 4th, 5th എന്ന് പറയുന്ന ലോങ് പീരീഡ്സ് ആണ്, 18 ഇലമെൻറ്റുകൾ വീതമുണ്ട്. 6th and 7th പീരീഡ് എന്ന് പറയുന്നത് വെരി ലോങ് പീരീഡ്സ് ആണ്, അതിൽ 32 ഇലമെൻറ്റുകൾ വീതം ഉണ്ട്. ഇതാണ് ഒന്നാമത്തെ പീരീഡ്. ഓക്കെ, ഒന്നാമത്തെ പീരീഡ് ഹൈഡ്രജനും ഹീലിയവും മാത്രമുള്ള, അതിന് നമ്മൾ ഷോർട്ടസ്റ്റ് പീരീഡ് എന്ന് വിളിക്കുന്നത്. 2ഉം 3ഉം പീരീഡ് എന്ന് പറയുന്നത് ലിഥിയം ബെറിലിയം ഒക്കെ തുടങ്ങുന്ന രണ്ടാമത്തെ ലിഥിയം സോഡിയം ഉള്ള രണ്ടാമത്തെ മൂന്നാമത്തെയും ഗ്രൂപ്പാണ് ഷോർട്ട് പീരീഡ് എന്ന് വിളിക്കുന്നത്. അതിൽ 8 ഇലമെൻറ്റുകൾ വീതമാണുള്ളത്. 4ഉം 5ഉം പീരീഡുകളെയാണ് നമ്മൾ ലോങ് പീരീഡ് എന്ന് വിളിക്കുന്നത്. അതിൽ 18 ഇലമെൻറ്റുകൾ വീതമാണുള്ളത്. 6നെയും 7നെയും നമ്മൾ ലോങ്ങസ്റ്റ് പീരീഡ് എന്ന് വിളിക്കുന്നത്. അതിലുള്ളത് 32 ഇലമെൻറ്റുകൾ വീതമാണ്. 6ഉം 7ഉം നമുക്ക് അറിയാം, ഈ ലാന്തനൈഡ് സീരീസ് 6ലും ആക്ടിനൈഡ് സീരീസ് 7ലുമാണ് വരുന്നത്. അതുകൊണ്ടാണ് അതിൽ 32 ഇലമെൻറ്റുകൾ വീതം വരുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്നത് ലോങ്ങസ്റ്റ് പീരീഡ് എന്നാണ്. മനസ്സിലായില്ലേ? ഷോർട്ടസ്റ്റ്, ഷോർട്ട്, ലോങ്, ലോങ്ങസ്റ്റ്. ഓക്കെ, ഇങ്ങനെ ആണ് നമ്മൾ ഇലമെൻറ്റുകളെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് ആണ്. വ്യത്യസ്ത ടൈപ്പ് ഇലമെൻറ്റുകളായിട്ട് നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിളിലെ ഇലമെൻറ്റുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത് മെയിൻ ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. മെയിൻ ഗ്രൂപ്പ് എലമെൻ്റ് എന്നാണ് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ ഗ്രൂപ്പ് 1 and 2 ഓൺ ലെഫ്റ്റ് സൈഡ് ഓഫ് ആൻഡ് ഗ്രൂപ്പ് 13 to 17 ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ. ഓക്കെ, പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഗ്രൂപ്പ് 1, 2, അതേപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള 13 to 17 അതിനാണ് നമ്മൾ മെയിൻ ഗ്രൂപ്പ് എലമെൻ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ് എന്നൊക്കെ അതിനെ നമ്മൾ വിളിക്കാറുണ്ട്. അതിൻ്റെ ഔട്ടർ ഷെൽസ്, ഔട്ടർ മോസ്റ്റ് ഷെൽസ് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണ്. അതായത് 8ൽ കുറവ് ഇലക്ട്രോണുകളെ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. ഇപ്പോൾ മെയിൻ ഗ്രൂപ്പ് എലമെൻ്റ് എന്ന് പറയുന്നത് ദ എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ഗ്രൂപ്പ് 1 and 2 ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ആൻഡ് ഗ്രൂപ്പ് 13 to 17 ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ. അതിനെ നമ്മൾ അങ്ങനെ വിളിക്കാനുള്ള കാരണം അതിനെ ഔട്ടർ മോസ്റ്റ് ഷെല്ലുകൾ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അതിന് നമ്മൾ മെയിൻ ഗ്രൂപ്പ് എലമെൻ്റ് എന്ന് വിളിക്കുന്നതിൽ റെപ്രസെൻറ്റേറ്റീവ് എലമെൻ്റ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. നമ്മൾ 1, 2 അതേപോലെ 13 to 17. ഇപ്പം നമുക്ക് ഒന്നാമത്തത് അതേപോലെ രണ്ടാമത്തത്, പിന്നെ 13 മുതൽ 17 വരെയുള്ള ഇതിനെയാണ് നമ്മൾ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞത് ഔട്ടർ മോസ്റ്റ് ഷെൽസ് ആർ ഇൻകംപ്ലീറ്റ്. ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. മനസ്സിലായല്ലോ? അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ല് 8ൽ കുറവ് ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക എന്നർത്ഥം. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി അടുത്തതെന്ന് പറയുന്നത് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നോബിൾ ഗ്യാസസ് ആണ്. നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 18, ഈ 18ാമത്തെ ഗ്രൂപ്പിലുള്ള എലിമെൻറ്റുകളെയാണ് നമ്മൾ നോബിൾ ഗ്യാസസ് എന്ന് വിളിക്കുന്നത്. പീരിയോഡിക് ടേബിളിൻ്റെ എക്സ്ട്രീം റൈറ്റ് സൈഡിലാണ് ഇതുള്ളത് അല്ലേ, ഏറ്റവും വലത്തെ അറ്റത്തുള്ള എലിമെൻറ്റുകളാണ് നമ്മൾ നോബിൾ ഗ്യാസസ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽസ് കണ്ടെയ്ൻസ് 80 ഇലക്ട്രോൺസ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക എക്സെപ്റ്റ് ഹീലിയം. ഹീലിയം ഒഴികെയുള്ള ഇതിൻ്റെ എല്ലാ എലിമെൻറ്റുകളിലും ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് 8 ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക. ഹീലിയത്തിൽ 2 ഉണ്ടാവുക, ബാക്കി എല്ലാത്തിൽ 8 ഉണ്ടാവുക. 8 ആണെങ്കിൽ അതിൻ്റെ അല്ലെങ്കിൽ ഹീലിയത്തിൽ 2 ഹീലിയത്തിൽ കെ ഷെൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ വാലൻസി 0 ആണെന്ന് അർത്ഥം. ബാക്കിയുള്ളതിലൊക്കെ 8 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാലും വാലൻസി 0 ആണെന്ന് അർത്ഥം. അപ്പോൾ ഇതിൻ്റെ വാലൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതിൻ്റെ പ്രധാന പ്രത്യേകതകൾ പറയുന്നത്, ഒന്ന്, ദേ ഹാവ് 80 ഇലക്ട്രോൺസ് ഇൻ ദെയർ ഔട്ടർ മോസ്റ്റ് ഷെൽ എക്സെപ്റ്റ് ഹീലിയം. ദെയർ കമ്പൈനിങ് കപ്പാസിറ്റി ഓർ വാലൻസി ഈസ് 0. ഇതിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദേ ഡു നോട്ട് റിയാക്ട്, സോ ദേ ആർ ഓൾമോസ്റ്റ് ഇനേർട്ട്. വാലൻസി 0 ആയതുകൊണ്ട് തന്നെ അതൊരു കെമിക്കൽ റിയാക്ഷന് പങ്കെടുക്കുക, അതൊരു ഇനേർട്ട് ഗ്യാസ് എന്നാണ് നമ്മളതിന് അറിയപ്പെടുന്നത്. ഇതിലുള്ള എല്ലാ മെമ്പേഴ്സും ഗ്യാസസ് ആണ്. ഇതിലുള്ള എല്ലാ എലമെൻറ്റുകളും ഗ്യാസാണ്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ എല്ലാം എന്താണ്? ഗ്യാസുകളാണ്. നോബിൾ ഗ്യാസ് എന്ന് വിളിക്കാനുള്ള കാരണം
ഇതിൻ്റെ വാലൻസി 0 ആയതുകൊണ്ട് തന്നെ ഇതൊരു കെമിക്കൽ റിയാക്ഷനും പങ്കെടുക്കില്ല. അപ്പോൾ ഈ ഗ്രൂപ്പ് 18നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോബിൾ ഗ്യാസസ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് ട്രാൻസിഷൻ എലിമെൻറ്റ്സ് ആണ്. 3 മുതൽ 12 വരെയുള്ള എലിമെൻറ്റുകളെയാണ് നമ്മൾ ട്രാൻസിഷൻ എലിമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇത്രയും എലിമെൻറ്റുകളെയാണ് നമ്മൾ ട്രാൻസിഷൻ എലിമെൻ്റ് എന്ന് വിളിക്കുന്നത്. 3 to 12. ദ മിഡിൽ ബ്ലോക്ക് ഓഫ് ദി പീരിയോഡിക് ടേബിൾ. ഇത് നമ്മൾ 3 to 12 നമ്മൾ ട്രാൻസിഷൻ എലിമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ഔട്ടർ മോസ്റ്റ് സെല്ലുകൾ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ 3 എണ്ണമാണ് പറഞ്ഞത്. ഒന്ന് മെയിൻ ഗ്രൂപ്പ് എലിമെൻറ്റ്. മെയിൻ ഗ്രൂപ്പ് എലിമെൻറ്റിൽ ഒരു ഔട്ടർ മോസ്റ്റ് ഷെൽ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. രണ്ടാമത്തെ നോബിൾ ഗ്യാസ്, അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിരിക്കും. വാലൻസ് 0 ആയിരിക്കും. ഇനി ട്രാൻസിഷൻ എലിമെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ഔട്ടർ മോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ് ആയിരിക്കും. ഇനി അങ്ങനെ ട്രാൻസിഷൻ എലിമെൻറ്റ്സ് എന്ന് വിളിക്കാനുള്ള കാരണം ഒരു ചേഞ്ച് ഫ്രം ദി മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് എലിമെൻറ്റ് ടു ദി മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലിമെൻ്റ് ആയിട്ട് ഒരു ട്രാൻസിഷൻ, ഒരു ചേഞ്ച് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ടാണ് ഇത് നമ്മൾ ട്രാൻസിഷൻ എലിമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് മുതൽ ടു മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ്. ഓക്കെ, ഒരു ചേഞ്ച്. എന്താണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി, എന്താ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ചേഞ്ച് കാണിക്കുന്നത് കൊണ്ടാണ് ഇത് നമ്മൾ ട്രാൻസിഷൻ എലിമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോ പോസിറ്റീവ് ടു ഇലക്ട്രോ നെഗറ്റീവ്. അപ്പോൾ ഇതിൽ ഈ 21ാമത്തെ ഈ എലിമെൻ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി അതേസമയം ഈ 30ാമത്തെ എലിമെൻ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോ പോസിറ്റിവിറ്റിയിൽ നിന്ന് ഇലക്ട്രോ നെഗറ്റിവിറ്റിയിലേക്കുള്ള ഒരു ചേഞ്ച് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിനെ ട്രാൻസിഷൻ എലിമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഓൾ ദീസ് എലിമെൻറ്റ്സ് ആർ മെറ്റൽസ് ആൻഡ് ഹാവ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ്. എല്ലാ എലിമെൻറ്റുകളും മെറ്റൽസ് ആയിരിക്കും. ഇതൊക്കെ ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് കാണിക്കും. നല്ല കണ്ടക്ടേഴ്സാണ്. ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റിയാണ് മറ്റൊരു പ്രത്യേകത. ഇതിലുള്ള ചില എലിമെൻറ്റുകൾ മാഗ്നറ്റിനെ അട്രാക്റ്റ് ചെയ്യും. ഇതിലുള്ള പല എലിമെൻറ്റുകളും നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് കാറ്റലിസ്റ്റ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ വേരിയബിൾ വാലൻസീസ് കാണിക്കുന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ പ്രത്യേകതകളുള്ള എലിമെൻറ്റുകളാണ് ട്രാൻസിഷൻ എലിമെൻറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇത് ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള എലിമെൻറ്റുകളാണ്. ഇത്രയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള സാധനങ്ങൾ. മെയിൻ ഗ്രൂപ്പ് എലിമെൻറ്റ്, അതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. നോബിൾ ഗ്യാസസ്, അതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ദേ ഹാവ് 80 ഇലക്ട്രോൺസ് ഇൻ ഔട്ടർ മോസ്റ്റ് ഷെൽ. ദെയർ കമ്പൈനിങ് കപ്പാസിറ്റി 0. ഇനേർട്ടാണ്. അതുപോലെ തന്നെ എല്ലാം എലിമെൻറ്റും ഗ്യാസുകളാണ്. അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ പറഞ്ഞത് ട്രാൻസിഷൻ എലിമെൻറ്റുകളാണ്. മിഡിൽ ബ്ലോക്കാണ്. 3 മുതൽ 12 വരെയുള്ളതാണ്. അതിൽ ട്രാൻസിഷൻ എലിമെൻറ്റ്സ് എന്ന് വിളിക്കാനുള്ള കാരണം അതൊരു ചേഞ്ച് കാണിക്കുന്നു. ഇലക്ട്രോ പോസിറ്റീവ് എലിമെൻറ്റിൽ നിന്ന് ഇലക്ട്രോ നെഗറ്റീവ് എലിമെൻറ്റിലേക്കുള്ള ഒരു ചേഞ്ച് കാണിക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു. ഓൾ ദീസ് എലിമെൻറ്റ്സ് ആർ മെറ്റൽസ്. എല്ലാം മെറ്റൽസ് ആണ്. ഹൈ ബോയിലിംഗ് പോയിൻ്റ് ആണ്. അതുപോലെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. ഹീറ്റിൻ്റെയും ഇലക്ട്രിസിറ്റിയും ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. ചിലതൊക്കെ മാഗ്നറ്റിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വേരിയബിൾ വാലൻസീസ് കാണിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ട്രാൻസിഷൻ എലിമെൻറ്റ്സിൻ്റെ പ്രത്യേകതകൾ. ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്നർ ട്രാൻസിഷൻ എലിമെൻ്റ് ആണ്. ഇന്നർ ട്രാൻസിഷൻ എലിമെൻറ്റ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.